സ്നേഹത്തിൽ നിന്നേ മക്കൾക്ക് ഐശ്വര്യമുണ്ടാകൂ. മറിച്ച് അവരുടെ കണ്ണീരുകൊണ്ട് പടുത്തുയർത്തുന്ന സൗധങ്ങളുടെ അടിത്തറ ദൈവം തകർത്തെറിയും. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഹൃദയത്തിൽ സ്നേഹമുള്ളവരായിരിക്കാനാ, മറിച്ച് കാലത്തിന്റെ പിന്നാലെ പായുന്ന ദുർമോഹികളാകാനല്ല. തത്വജ്ഞാനം ഒന്നും പറഞ്ഞു നിൽക്കാൻ ഇവിടെ സമയമില്ല. കാര്യങ്ങൾക്കൊരു നടപടി ഉണ്ടാകണം. ദേ ഇവളെ, ഈ ഹോം നേഴ്സിനെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം. എന്നെ ഓർത്താലും വിഷമിക്കൊന്നും വേണ്ട. ജന്മം കൊണ്ട് നിങ്ങളാണ് മക്കളെങ്കിലും ഈ അപ്പച്ചനും അമ്മച്ചിയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചിട്ടുള്ള യോഗമുണ്ടായത് എനിക്കാണ്. വലിയ പഠിപ്പും പത്രാസൊന്നും ഇല്ലെങ്കിലും ഈ അപ്പച്ചനും അമ്മച്ചിയും ജീവനുള്ളിയും സ്നേഹിച്ചവളാണ് ഞാൻ. ഞാൻ പോയിക്കൊള്ളാം. ആർക്കും ഒരു അധികപ്പറ്റാകാതെ ഞാൻ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. പോയിക്കോട്ടെ അമ്മച്ചി, പോയിക്കോട്ടെ. ഞാൻ മോള് പോകാൻ വരട്ടെ. നീ ഞങ്ങൾക്ക് ജനിക്കാതെ പോയ മകള. പോകാൻ വരട്ടെ മോളെ. അന്നമ്മേ, മക്കള് വലുതാകുമ്പം നമ്മൾ കരുതും അവന്മാര് നമ്മളെ നോക്കുമെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്മാര് നമ്മളെ തെരുവിലിറക്കി വിടുമെന്നും? ആരും തെരുവിലിറങ്ങി പോകാൻ ഞങ്ങളാരും പറഞ്ഞില്ല. കുറെ കൂടി സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് തന്നു എന്ന് കരുതിയാൽ മതി. വൃത്തസദനമാണോടാ നിന്റെയൊക്കെ സുരക്ഷിതമായ സ്ഥലം? അത് അപ്പനും അമ്മയും നേരത്തെ തീരുമാനിക്കേണ്ടിയിരുന്നു. മക്കൾക്ക് ഭാരമായി മാറാതെ അവരുടെ കുടുംബജീവിതം സ്വതന്ത്രമാക്കി തരാം. അതിന് ഞാനും നിന്റെ അമ്മയും വിഷം കഴിച്ച് മരിക്കണമായിരുന്നോ? ഏതായാലും ഇതുവരെ ആരും വിഷമൊന്നും കഴിച്ചില്ലല്ലോ. ഇനിയിപ്പം പറയുന്നത് പോലെ കേൾക്കുക. മറ്റൊരു കാര്യം കൂടി പറയാം. ദമ്പതികളെ ഒരുമിച്ച് നിർത്തുന്ന വൃദ്ധസദനം കേരളത്തിലില്ല. അതുകൊണ്ട് അപ്പച്ചൻ കാസർഗോഡും അമ്മച്ചി തിരുവനന്തപുരത്തുമാണ് പോകേണ്ടത്. വേഗം തയ്യാറാവുക. 2 വണ്ടി ഇപ്പൊ വരും. എന്ത്, ഞങ്ങൾ രണ്ടും രണ്ടായിട്ട് പിരിയാനോ? എന്റെ ഈ കൈ പിടിച്ച് കയറി വന്ന നാൾ മുതൽ ഇന്നുവരെ ഞങ്ങൾ പിണങ്ങിയിട്ടില്ല. അഥവാ പിണങ്ങിയാൽ തന്നെ അതടുത്ത സൂര്യോദയം വരെ നീണ്ടുപോയിട്ടുമില്ല. ഞാൻ എന്റെ ശേഷിച്ച ജീവിതകാലം അത്രയും ഏകനായി കഴിയാനോ? നിന്റെയൊക്കെ ഈ തീരുമാനം എനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് മക്കളെ. താലിച്ചരടിന്റെ മഹത്വം അറിയാത്ത നീചന്മാരെ, നീയൊക്കെ ഒന്ന് അറിയുക. ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ ഭർത്താവാണ്. ആ ഭർത്താവുമൊത്ത് ജീവിതാവസാനം വരെ കഴിയുക അതവളുടെ സൗഭാഗ്യമാണ്. എന്റെ സൗഭാഗ്യത്തെ നീ എല്ലാം കൂടി തട്ടിയെറിയുന്നോ? ദൈവമായിട്ട് യോജിപ്പിച്ച ഞങ്ങളെ മക്കളായിട്ട് വേർപെടുത്തുന്നോ? ഇല്ല, ഞാൻ പോവില്ല. എന്റെ അച്ചായനെ വിട്ട് ഞാൻ പോവില്ല. അച്ചായ, ഞാൻ പോവില്ല. അച്ചായ, ഞാൻ പോവില്ല. എന്റെ അച്ചായനെ വിട്ടിട്ട് ഞാൻ പോവില്ല. അച്ചായ, എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ പോവില്ല. ഞാൻ പോവില്ല. അച്ചായ, ഞാൻ പോവില്ല. കരയാതന്നാമേ, കണ്ണീരൊന്നിനും ഒരു പരിഹാരമാകുന്നില്ല. അന്നാമേ, നമ്മുടെ മക്കളെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകളൊന്നും തെറ്റിയിട്ടില്ല. ഇവന്മാരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന്
എൻ്റെ മനസ്സ് പലപ്പോഴായി എന്നോട് പറയുന്നുണ്ടായിരുന്നു, പോകാൻ വിധിക്കപ്പെട്ടവരാണ് അന്നാമേ നമ്മൾ, പോയേ തീരൂ. പക്ഷേ അതിനു മുമ്പ് ചിലതൊക്കെ എനിക്കും ചെയ്യേണ്ടതായിട്ടുണ്ട്. ദിവസം ജനിച്ചവനാ നിങ്ങളുടെ അപ്പൻ. ആ മനസ്സെന്താണെന്ന് എനിക്കറിയാം. നിറയെ സ്നേഹം. നിനക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോടാ. തിരുപ്പിറവി ആഘോഷിക്കാൻ വന്നത് ഇതിനാണല്ലേ? എടാ, ക്രിസ്തു ജനിക്കേണ്ടത് പള്ളിയങ്കണത്തിലല്ല, പുൽത്തൊട്ടിലല്ല, നിന്റെ ഒക്കെ ഹൃദയത്തിലാണ്. എങ്കിലേ നിനക്കൊക്കെ നന്മയുണ്ടാകൂ, ഐശ്വര്യമുണ്ടാകൂ. അന്നാമേ, ഓടിയെത്തുന്നവന്റെ കയ്യിൽ നിന്നും ബാറ്റൻ വാങ്ങുന്ന റിലേക്കാരൻ നന്ദി പറയാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കാറില്ല. അതുപോലെ എത്തിയിരിക്കുന്നു എന്റെ നിധി വാങ്ങാൻ നന്ദി കെട്ടവന്മാർ. ഇതെന്റെ വിൽപത്രമാണ്. മാതാപിതാക്കളെ തെരുവിലിറക്കി വിട്ട് അവരുടെ പണം കൊണ്ട് സുഖിക്കാമെന്ന് കരുതുന്ന ഇവന്മാരെ പോലുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള എന്റെ വിൽപത്രം. എന്റെ എല്ലാ സ്വത്തുക്കളും എന്നെ ഇത്രയും നാൾ പൊന്നുപോലെ നോക്കിയ എന്റെ കത്രീന മോൾക്ക് ഞാൻ ദാനം ചെയ്തു കൊള്ളുന്നു. പിടിക്കുമോളെ, പിടിക്ക്, കൊടുക്കന്നാമേ. വിളിക്കരുത്. അങ്ങനെ വിളിക്കാനുള്ള യോഗ്യതകളൊന്നും നിങ്ങൾക്കില്ല. കടന്നുപോയി എന്റെ മുമ്പിൽ നിന്ന്. വേണ്ട അപ്പച്ച, വേണ്ട. ഞാനിത് അർഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല. അപ്പന്റെ മക്കൾക്ക് സ്വത്തല്ലേ ആവശ്യം. ഇതവർക്ക് കൊടുത്തേരപ്പച്ച. ഈ ലോകത്ത് ആർക്ക് വേണ്ടെങ്കിലും ഈ അപ്പച്ചനെ മമ്മച്ചിയെ എനിക്ക് വേണം. എന്റെ കൊച്ചു വീട്ടിൽ 2 കാവൽ മാലാകമാരെ പോലെ ഞാൻ നോക്കിക്കോളാം നിങ്ങളെ. ഇതെനിക്ക് വേണ്ട അപ്പച്ച, ഇതെനിക്ക് വേണ്ട. ഇതവർക്ക് കൊടുത്തേരപ്പച്ച, ഇതെനിക്ക് വേണ്ട. ചെല്ലി കാശ് കൊടുത്തു പോകരുത് മോളെ. ഒരു പക്ഷേ ഇവന്മാരുടെ ചിന്താഗതിയുള്ളവര് നാളെ എന്നെ പുച്ഛിച്ചേക്കാം. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ എന്റെ മോൾ അവരോട് പറയണം, മിഖായേൽ അച്ചായന് മക്കളെ കുറിച്ചൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മക്കൾ ഒരിക്കലും പണത്തിന് പിന്നാലെ പായുന്നവരാകാതെ ഹൃദയങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണമെന്ന്, പണത്തിന് വേണ്ടി എന്തധർമ്മവും ചെയ്യാൻ മടിക്കാത്ത ഈ സമൂഹത്തോട് പറയണം. പണമല്ല വലുത്, പണമല്ല വലുത്, സ്നേഹമാണ്, സ്നേഹമാണ്.